അന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താലും പൂർണ്ണത ഐക്യതയുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രാത്രി ഏൽപ്പിച്ചു കൊടുത്താൽ സറണ്ടർ ചെയ്തെങ്കിലേ ദൈവത്തിന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറവുകൾ ഏറ്റു പറഞ്ഞെങ്കിലേ ദൈവത്തിന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ രാത്രി. ഹല്ലേലൂയ. പ്രാർത്ഥനാ കുറവുകൾ ഏറ്റു പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കണമേ. ഉപവാസ കുറവുകൾ ഏറ്റു പറഞ്ഞാൽ ക്ഷമിക്കണമേ. വചനം ധ്യാനിക്കുന്ന കുറഞ്ഞു പോയിട്ടുണ്ട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാലും ഹല്ലേലൂയ. എവിടെയൊക്കെയോ പാളിച്ചകൾ കുറവുകളൊക്കെ ദിവസം ഏറ്റു പറഞ്ഞാലും നിരാശ പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കും. സറണ്ടർ നമ്മൾ സറണ്ടർ ചെയ്യണം. ആത്മാവിന് ശക്തി വ്യാപരിക്കും. നീതിമാന്മാരാരുമില്ല. ഹല്ലേലൂയ. വിശുദ്ധന്മാരാരുമില്ല. പ്രൈസ് ഗോഡ്. നീതിമാനായ യേശു മാത്രമേ ഉള്ളൂ. ആമേൻ. വിശുദ്ധന യേശു മാത്രമേ ഉള്ളൂ. രാത്രി നമ്മൾ കുറവുള്ളവരാണ്, പാപങ്ങളുള്ളവരാണ്. ഹല്ലേലൂയ. പൊടികൾ പഠിക്കാൻ പറ്റുന്നവരാ. നമ്മുടെ ശരീരത്തിൽ മനസ്സിൽ ചിന്തകളൊക്കെ പൊടി വരുന്നവരാ. രാത്രി കഴുകൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ രക്തത്തിൽ കഴുകൽ പ്രാപിക്കട്ടെ. കർത്താവിനെ കഴുകി ശുദ്ധീകരിച്ചാൽ സറണ്ടർ ചെയ്തായി. ഹൃദയം കഠിനമാക്കി വെക്കല്. എല്ലാവരും ഹൃദയം തുറന്നു കൊടുത്താൽ ആരും ഹൃദയം കഠിനമാക്കി വെക്കരുത്. സ്തോത്രം. ഹൃദയം തുറന്ന് ദൈവത്തോട് സംസാരിച്ചാൽ ദൈവം കൊണ്ട് വിശ്വസിക്കൂ. യേശു കൊണ്ട് വിശ്വസിക്കൂ. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്കൂ. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കൂ. എന്നാൽ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കൂ. ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ യേശുവിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ്. യേശുവിന്റെ മുന്നിൽ ഓരോരുത്തരായി നിൽക്കേണ്ടവരാണ്. ഒരു ന്യായവിധി എല്ലാവരുടെ മുന്നിലുള്ളതാണ്. ഹല്ലേലൂയ. നരകമുള്ളതാണ്, സ്വർഗമുള്ളതാണ്, ഹെല്ലുള്ളതാണ്. ഹല്ലേലൂയ. ഹെവൻ ഉള്ളതാണ്, ഏഞ്ചൽസ് ഉള്ളതാണ്. നിരത്തിലെല്ലാം വിശ്വസിച്ചാലും ദൈവത്തിന് അതുപോലെ വിശ്വസിക്കുന്നതിന് മേലെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. കണ്ണടച്ച് വിശ്വസിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ശിശുക്കളെ പോലെ ആയിത്തീരുന്ന കർത്താവ് പറഞ്ഞത്. യാതൊരു ശിശുക്കളെ പോലെ അയച്ചിരുന്നാലും കർത്താവെ ഞാൻ ശിശുവിനെ പോലെ അയച്ചിരുന്ന കർത്താവെ എന്റെ ഹൃദയം നികളിക്കാതെ ഞാനെന്ന ഭാവം ഉണ്ടാകാതെ എന്തൊരു സമർപ്പിച്ചാലും ഹൃദയം ദിവസം സമർപ്പിച്ചു കൊടുത്താലും ഹല്ലേലൂയ. ആത്മാവ് വ്യാപരിക്കുന്നു. ആത്മസാന്നിധ്യം വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ആത്മാവെ ഹാറാബാഭിരാധിക്കാൻ സമർപ്പിക്കാം. ജീസസ് 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 ജീസസ്. ഹല്ലേലൂയ. റബലബ. എല്ലാവരും സറണ്ടർ കൊടുത്താലും ദിവസം എഴുന്നേറ്റുന്നാൽ കണ്ണുകളടച്ച് ഹൃദയം പകർന്നു കൊടുത്താലും
ദൈവസ്ഥാനം ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു. Yes.
ശക്തമായ ആത്മസാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ശക്തമായ ദൈവസാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു കർത്താവ് അവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു ബ്ലൂ ജാക്കറ്റ്, ഈ മിഡിൽ ഈസ്റ്റിലെ ഡ്രസ്സ് പോലെ ബ്ലൂ കളറുള്ള കർത്താവിൻ്റെ ഡ്രസ്സ് അതാണ്. അകത്തിങ്ങനെ ഒരു സൈസ് ലൈറ്റ് കളർ ഡ്രസ്സാണ്. അല്ലെങ്കിൽ ജാക്കറ്റ് പോലെ ബ്ലൂ കളർ. കർത്താവിൻ്റെ ഹൃദയം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് ഇവിടെ എത്തിയിട്ടുണ്ട്. ജീസസ്. ഒരു 6 അടി 3 ഇഞ്ച് കർത്താവിനല്ല ഇന്ന് രാത്രി കാണുന്നത്. ഹല്ലേലൂയ. മിഡിൽ ഈസ്റ്റിൽ ഹൈറ്റ്. ഓ ഹല്ലേലൂയ. കർത്താവ് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നമ്മുടെ രാജാതി രാജാവ് എത്തിയിട്ടുണ്ട്. താങ്ക് യു ജീസസ്. രാജാതി രാജാവ് എത്തിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. രാജാതി രാജാവ് എത്തിയിട്ടുണ്ട്. താങ്ക് യു ജീസസ്. എൻ്റെ കൈയെല്ലാം ഇങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കുക, തീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ തീ ഫയർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും സറണ്ടർ കൊടുത്താലും, പിതാവിന് സന്നിധിയിലോട്ട് സമർപ്പിച്ചു കൊടുത്താലും, യേശുവിൻ്റെ കരം കൊണ്ട് സമർപ്പിച്ചു കൊടുത്താലും, കർത്താവേ ഞാൻ സമർപ്പിക്കുകയാണ്, എന്നെ താഴ്ത്തുകയാണ്. ഓ ഹല്ലേലൂയ. എല്ലാം സംസാരിച്ച് യേശുവോട് സംസാരിച്ചാലും, രാത്രി കാലത്ത് യേശുവോട് വന്നിട്ടുണ്ട്. എല്ലാവരും സംസാരിച്ചാലും, നമ്മുടെ കർത്താവോട് സംസാരിച്ചാലും, നമ്മുടെ പിതാവാണ് യേശു, നമ്മുടെ രാജാതി രാജാവാണ് യേശു. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. സർവബലനായ ദൈവമാണ്. പ്രൈസ് ഗോഡ്. രാത്രി യേശുവിനോട് സംസാരിച്ചാൽ, എല്ലാവരും യേശുവിനോട് സംസാരിച്ചാൽ, യേശു കർത്താവിനോട് സംസാരിച്ചാൽ, ജീസസ് യേശുവിനോട് സംസാരിച്ചാൽ, കർത്താവേ ഹല്ലേലൂയ. ഓ എന്നെ സമർപ്പിച്ച് തരുന്ന കർത്താവ്, എന്നെ സറണ്ടർ ചെയ്ത് കർത്താവേ. കർത്താവെ അങ്ങ് സ്നേഹിക്കുന്ന അപ്പച്ച, യേശുപ്പച്ച അങ്ങ് രാജാതി രാജാവാണല്ലോ. കിങ് ഓഫ് കിങ്. ഹല്ലേലൂയ. യു മൈറ്റി ഗോഡ്. സർവശക്തനായ ദൈവം, സർവബലവനായ ദൈവം, ശക്തനായ ദൈവം. ഹല്ലേലൂയ. എന്നെ സമർപ്പിക്കുന്നു. യു ആർ ഹോളി, യു ആർ ഹോളി. ഐ ഗിവ് യു ഓൾ ഗ്ലോറി, ഓണർ, പ്രൈസ്. എല്ലാ പ്രൈസും എനിക്ക് തരുന്നു, എല്ലാ ഗ്ലോറി, എല്ലാ ഓണറും കർത്താവിന് തരുന്നു. ഹല്ലേലൂയ. ഓ അത്ഭുത മന്ത്രിയാണ് കർത്താവ്, വീരനാൻ ദൈവമാണ്, നിത്യപിതാവാണ് കർത്താവ്, സമാധാന പ്രഭുവാണ് കർത്താവേ. താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. കർത്താവെ കൂടെ എത്തിയിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ. റാബാന ഷന്ദാര ബാബാബ. ഞങ്ങൾ സറണ്ടർ ചെയ്ത് കർത്താവ്, ഞങ്ങൾ സറണ്ടർ ചെയ്ത് താഴ്ച കർത്താവേ. ഞാൻ ചില ദൈവത്തോട് പ്രാർത്ഥിച്ച, എല്ലാവരും യേശുവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് നിർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. റാബാന ഷന്ദരാബാന സകന. ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്. എല്ലാവരും പറഞ്ഞ കർത്താവിൻ്റെ ലൈഫ് യേശുവിന് തരികയാണ്. എല്ലാവരും പറഞ്ഞാലും കർത്താവ് സമ്പൂർണ്ണമായി എനിക്ക് ഞാൻ വിട്ടുതരികയാണ്. എന്നെ തന്നെ എഴുതിപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. എനിക്ക് മറ്റൊന്നും, എല്ലാത്തിനും സ്നേഹിക്കുന്നതിനേക്കാൾ യേശുവിനെ സ്നേഹിക്കുന്നു. രാത്രി ഏൽപ്പിച്ചു കൊടുത്താലും, യേശുവിനെ സറണ്ടർ കൊടുത്താലും, നമ്മുടെ ലൈഫ് ഏൽപ്പിച്ചു കൊടുത്താലും, ഞങ്ങളുടെ എല്ലാ സകലത്തും യേശുവിന് തരുന്ന കർത്താവേ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുന്നത്, ആരെനിക്ക് വേണ്ടി പോകും, ആരെനിക്ക് വേണ്ടി പോകും. ഹല്ലേലൂയ. കർത്താവേ ഞാൻ പോകാം. കർത്താവ് എല്ലാവരും പറ, കർത്താവ് ഞാൻ പോകാം. കർത്താവേ ഞങ്ങൾ അയക്കണം. കർത്താവേ ആരെനിക്ക് വേണ്ടി പോകും. ഹല്ലേലൂയ. റാബാന ഷന്ദരാരകടനാസയസ്. ഓ ഹല്ലേലൂയ. പത്രോസിനോട് സംസാരിച്ചതുപോലെ ഇതിനകത്ത് കർത്താവ് സംസാരിക്കുകയാണ്. എൻ്റെ കുഞ്ഞാടുകളെ നോക്കാമോ? ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞാടുകളെ നിനക്ക് മേയ്ക്കാമോ? ഇതിനകത്ത് കർത്താവ് ചോദിച്ചോളൂ. യെസ് ടച്ച്. തൊടുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ നെറ്റിയെ തൊടുന്നു. ഹല്ലേലൂയ. റാബാനാസി. എൻ്റെ കുഞ്ഞാടുകളെ. ഹല്ലേലൂയ. യെസ് കർത്താവേ ഞാൻ തയ്യാറാണ്. കർത്താവേ നീ എൻ്റെ ഹൃദയം അറിയുന്നില്ല കർത്താവേ. ഹല്ലേലൂയ. രാത്രി എല്ലാവരും പറഞ്ഞാൽ കർത്താവിൻ്റെ ഹൃദയം തരികയാണ്. ചിലരുടെ ഹൃദയമൊക്കെ ദൈവം മാറ്റാൻ പോവാ. ഹല്ലേലൂയ. കല്ല് പോലുള്ള ഹൃദയം മാംസമാക്കാൻ പോവാ. പറഞ്ഞാൽ എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയം മാറ്റി തരണം കർത്താവേ. എൻ്റെ ഹൃദയത്തിനൊരു വിശാലത തരണം കർത്താവേ. എൻ്റെ ഹൃദയം ഒരു വിശാലമാക്കി തരണം കർത്താവ്. എൻ്റെ ഹൃദയം ഒരു പുതിയ ഹൃദയമാക്കി തരണം കർത്താവേ.
എൻ്റെ കല്ലാട്ടുള്ള ഹൃദയം മാറ്റി മാംസമാക്കി തരണം കർത്താവേ. സ്തോത്രം. എൻ്റെ സ്റ്റോണിൻ്റെ അവസ്ഥകളൊക്കെ മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ റിബലിൻ്റെ ആത്മാവ് മാറട്ടെ കർത്താവ്. അനുസരണക്ക് എൻ്റെ ആത്മാവ് മാറട്ടെ കർത്താവേ. ദൈവശബ്ദം കേൾക്കുന്ന ആത്മാവാക്കി മാറ്റിയാലും കർത്താവേ. പുതിയത് പകർന്നു തന്നാലും കർത്താവേ. പഴയ ദുരിതല്ല കർത്താവ്, പുതിയ ദുരിതയാക്കി മാറ്റി തന്നാലും കർത്താവേ. യെസ് ഇതിനകത്ത് ഹാലലി പുതിയ ദുരിതയാക്കി തന്നാലും കർത്താവേ. ജീസസ്. സ്വർഗീയ സ്വപ്നങ്ങളാ ദർശനങ്ങളൊക്കെ നിർത്താലും കർത്താവേ. ഹല്ലേലൂയ. ആരോഗ്യം തന്നാലും കർത്താവ്, ശക്തി തന്നാലും ബലം തന്നാലും കർത്താവേ, വിശുദ്ധി തന്നാലും കർത്താവേ. അങ്ങ് വിശുദ്ധനാണ് കർത്താവേ. സ്വീറ്റ് ജീസസ്, സ്വീറ്റ് ജീസസ്, സ്വീറ്റ് ജീസസ്. യേശുവിനെ പോലെ അയച്ചു ഞാൻ പ്രാർത്ഥിച്ചാലും കർത്താവ് ക്രിസ്തുവിന്റെ തലയോളം ഞങ്ങളെ സമർപ്പിക്കാൻ താഴ്ചന്ന് കർത്താവ്, സറണ്ടർ ചെയ്ത് കർത്താവ്. ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ കർത്താവ് ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. യെസ്. തേനിലും മധുരമായി. യെസ്. നല്ല തേൻ വന്നുകൊണ്ടിരിക്കുക. യെസ്. ആ പാട്ട് പാടാവോ? രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. നിന്റെ സർവവും നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവവും എല്ലാറ്റിലും, ജീവൻ പേർക്കായി തന്നതിനാൽ എന്റെ സർവവും എല്ലാറ്റിലും. തേനിലും മധുരമായി, തേനിലും മധുരമായി, യേശു ക്രിസ്തു മാധുര്യമായി. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമായി. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. Jesus. Oh, Jesus. We worship you. We surrender you, Jesus. Talk to me. യേശുവേ സംസാരിച്ചാലും. ജീസസ്, ജീസസ്. ഇത്രമേര് മനസ്സിലാണ് ദൈവ സാന്നിധ്യം, ശക്തമായ ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ജീസസ്. ഓ ജീസസ്. എല്ലാവരും പറഞ്ഞു യേശുവേ. ജീസസ്. ജീസസിൻ്റെ അത് വലിയ ശക്തിയാണ് പറഞ്ഞത്. എല്ലാം ജീസസ്. എല്ലാവരും പറഞ്ഞു ജീസസ്, 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 ജീസസ്. എല്ലാവരും ജീസസ്, ജീസസ്. യെസ്, ജീസസ്. You're holy, Jesus. You're holy, Jesus. You're King of Kings, Jesus. Jesus. Bless us, Jesus. Mold us, Jesus. Oh, build us, Jesus. Wash us, Jesus. Jesus. Use us, Jesus. We surrender it, Jesus. Holy Spirit, we welcome. അങ്ങോട്ട് ഉള്ളതിനായി സ്തോത്രം. നിരാശയിൽ പരിശുദ്ധാത്മാവ് ശുശ്രൂഷകൾ ചെയ്താലും പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ട വചനങ്ങൾ തന്നാലും, ഞങ്ങൾക്ക് വേണ്ട ദൂതുകൾ തന്നാലും, ഞങ്ങൾക്ക് വേണ്ട ഡെലിവറീസുകൾ തന്നാലും,
ഇതിനകത്ത് പരിശുദ്ധാത്മാവെല്ലാം ചെയ്താലും, ഇന്ന് പരിശുദ്ധാത്മാവ് രാത്രി എല്ലാം ചെയ്താലും, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിടെ മൂവ് ചെയ്താലും, പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. അന്തരീക്ഷ മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മ സാന്നിധ്യത്തിനായ സ്തോത്രം. എല്ലാ ദുഷ്ടപിശാചുകളെ പോലുള്ള ഞങ്ങൾ ശാസിക്കുന്ന കർത്താവേ, ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്നതിനായി നന്ദി. യെസ്, ഓ റാബാന ശന്തരാസികനി. യെസ്, ഓ ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിരാതെ ഇവിടെ എത്തിയിട്ടുണ്ട്. യെസ്, ജീസസ്, ഹല്ലേലൂയ. യേശുക്രിസ്തു സ്നാനം കേൾക്കുവാൻ ജോർദാനിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാ പ്രാവെന്ന രൂപത്തിൽ വേറൊരു ഭാഗത്തേക്ക് ആളെന്ന രൂപത്തിൽ ഇറങ്ങി വന്നതുപോലെ അവിടെ ദൈവത്തിൻ്റെ പിതാവാ ദൈവത്തിൻ്റെ ശബ്ദവും കേൾക്കുവാനിടയായി. അതുപോലെ 3 പേരോട് സമ്മേളിച്ച് നിൽക്കുന്ന ഒരു അനുഭവം രാത്രി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ കുറച്ച് പേരെ ഉള്ളെങ്കിലും അവർ ഈ ദൈവസ്ഥാനത്ത് ഇവിടെ ഉള്ളതിനായ സ്തോത്രം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. We worship you. We give you glory, honor, praise, 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 praise. I praise you, I praise you, I worship you. I worship you, I praise you, I praise you, I worship you. Thank you, Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Spirit. എല്ലാ മഹത്വം കർത്താവിന്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജീസസ്. എല്ലാവരും കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ സമയം വചനത്തോട് ചിന്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. റാബാനാസി എന്നെ കർത്താവ് ഏൽപ്പിച്ചത് നോക്കട്ടെ. ഹീബ്രു 11 ഇന്ന് വായിക്കാൻ പറഞ്ഞത്. യെസ്, എബ്രായ ലേഖനം 11 അധ്യായം ഇന്ന് രാത്രിയിൽ നമുക്ക് വായിക്കാം. കാരണം പ്രിപ്പയർ ചെയ്ത് വേറെയാണ്, പക്ഷെ കർത്താവിനോട് ഇപ്പം പറഞ്ഞത് എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ നമ്മളതായിട്ട് വായിക്കാൻ പോകും. എന്നിട്ട് അവിടെ നമുക്ക് ശുശ്രൂഷിക്കാം. Holy Spirit, thank you, Holy Spirit. Jesus, thank you. Hallelujah. Father, thank you. Hallelujah. We worship you, we worship you, we worship you. Hebrews chapter 11 അല്ലേ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. Now faith is the substance of things hoped for, the evidence of things not seen. അല്ലേ? അപ്പോൾ ഈ എബ്രായ ലേഖനം 10 അധ്യായം അതിന്റെ അവസാനത് വായിച്ചു വയ്ക്കാം. 10 അധ്യായം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാവുന്നു. ഓക്കെ, അതിനുശേഷം 11 അധ്യായത്തിന് 1 വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാവുന്നു. അപ്പോൾ ഈ 10 അധ്യായത്തിന്റെ 39 വാക്യം വായിച്ചെങ്കിൽ മാത്രമേ 11 അധ്യായത്തിന് 1 വാക്യം മനസ്സിലാവുള്ളൂ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അല്ലേ? നമ്മളെവിടെ പോകുന്നവരാ? നമ്മൾ നിത്യതയിലോട്ട് കടക്കുന്നവരാ, സഞ്ചരിക്കുന്നവരാ. യേശു കർത്താവ് പറഞ്ഞ എന്താണ്? 2 വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്നുണ്ട് വിശാലമായ വഴിയുണ്ട്, അല്ല വിശാലമായ വഴിയുണ്ട്. അതിനകത്ത് മില്യൺസാണ് പോയി വീഴുന്നത്. അല്ലേ? മില്യൺസ്, കോടിക്കണക്കിന് ആൾക്കാർ നരകത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശരിയല്ലേ? കോടിക്കണക്കിന് ആൾക്കാർ തീക്കകത്തിട്ട് പോകാൻ റെഡിയാ നിൽക്കുകയാണ്. എന്നാൽ ഇടുക്ക് വാതിലുണ്ട്, ചെറിയ വാതിൽ. അല്ലേ? ചെറിയ വാതിൽ. അതിനകത്ത് കുറച്ച് പേര് മാത്രമേ അതിനകത്തോടെ പോവുള്ളൂ. അത് വചനമനുസരിച്ച്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, അല്ലേ, ദൈവത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കേട്ട് അനുസരിച്ച് യാത്ര ചെയ്യുന്നവർക്കുള്ളതാണ് ആ വഴി. ഇടുക്ക് വാതിലുണ്ട്, വിശാലമായ വാതിലുണ്ട്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നാം എങ്ങോട്ടാണ് പോകുന്നത്? നാം നാശത്തിലേക്ക്. നാശം എന്ന് പറഞ്ഞാൽ നരകം, അല്ലേ? ബട്ട് വി ആർ നോട്ട് ഓഫ് ദം ഹൂം ഡ്രോ ബാക്ക് അൻടു
നമ്മൾ നാശത്തിലോട്ട് പോകുന്നവരല്ല. പിന്നെ എവിടെയാണ് നമ്മൾ? ജീവരക്ഷ പ്രാപിക്കുന്നതിന്റെ കൂട്ടത്തിലെത്രയാ? ജീവരക്ഷ എന്ന് പറഞ്ഞാൽ കണ്ടാ നിത്യതയിലോട്ട് നമ്മൾ പോകുന്നവരല്ലേ, വിശ്വസിച്ചിട്ട്. ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഓൾറെഡി വിശ്വസിച്ച് കഴിഞ്ഞു. അനുദിനം നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനുദിനം നമ്മളെ കർത്താവ് കഴുകിക്കൊണ്ടിരിക്കണം, ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം, മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. അതിനുശേഷമാണ് 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. വിശ്വാസം നോക്കിയേ. അപ്പൊ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യം നിശ്ചയമാണ്. അപ്പം നമ്മളെന്താ ആശിക്കേണ്ടത്? എപ്പോഴും നിത്യതയെ കുറിച്ച് നമ്മൾ ആശിക്കേണ്ടത്. ഉയരത്തിലുള്ള നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ടത് നിത്യതയാണ് നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നത്. കാരണം നരകം സത്യമാണ് അല്ലേ, സ്വർഗം സത്യമാണ്. ഈ ഭൂമി ഇതെല്ലാം നമ്മൾ ഇട്ടിട്ട് പോകേണ്ടി വരും, ഇതെല്ലാം കളഞ്ഞിട്ട് പോകേണ്ടി വരും. ഏത് സമയത്തും നമ്മളിതെല്ലാം കളഞ്ഞിട്ട് പോകേണ്ടി വരും. പക്ഷെ നമുക്ക് അവിടെ ഉറപ്പുണ്ടെങ്കിൽ, നമുക്കവിടെ പ്രത്യാശ ഉണ്ടെങ്കിൽ, വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലേ, ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല, ഭൂമിയിലെ കാര്യങ്ങളൊന്നും. അതുകൊണ്ട് 2-ാം വാക്യം പറയുന്നു, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അടുത്തത് 3-ാം വാക്യം, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്ന എന്താണ്? ആകാശങ്ങളുണ്ടാക്കി അല്ലേ. മലയാളം ബൈബിളിനകത്ത് ആകാശം എന്നാണ്, ഇംഗ്ലീഷ് ബൈബിളിനകത്ത് ആകാശങ്ങൾ. ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർഗങ്ങൾ, ഹെവൻസ്. അത് നമ്മൾ കാണുന്നില്ല, അത് കാണാത്ത കാര്യങ്ങളല്ലേ. അത് നമ്മൾ വിശ്വാസത്താൽ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. റിവലേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ, വെളിപ്പാടുകൾ കണ്ടിട്ടുണ്ട്, സ്വർഗത്തിൽ പലരും കണ്ടിട്ടുണ്ട്, ഉറക്കത്തിൽ പലരും കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ല, വിശ്വാസത്താൽ നമ്മൾ വിശ്വസിക്കണം ദൈവത്തിൻ്റെ വചനത്തിൽ. ആകാശങ്ങൾ, എന്താണ്, ഒരുപാട് സ്വർഗങ്ങളുണ്ടല്ലേ. അപ്പം ആ സ്വർഗം രാജാവാരാണ് അവിടെ? കിങ് ഉണ്ട് അവിടെ. യേശു ക്രിസ്തു ഒരു കിങ്ങാണ്. അതിനാണ് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ ദൈവരാജ്യം എന്താണ്? ദൈവരാജ്യത്തിൽ എന്തുണ്ട്? ഒരു രാജാവുണ്ട്. ദൈവരാജ്യത്തിൽ ഒരു രാജാവുണ്ട്. അപ്പം ആ രാജാവ് ഈ ഭൂമിയിൽ ഒരു രാജ്യത്തെ സ്ഥാപിക്കാൻ വന്നു. ഭൂമി അന്ന് എങ്ങനെയായിരുന്നു? പാഴും ശൂന്യമായിരുന്നു അല്ലേ. അപ്പോൾ ആ രാജാവിന് എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ ഒരു കിങ്ഡം ഉണ്ടാക്കണം. കിങ്ഡം അല്ലെങ്കിൽ ദൈവസഭ പോട്ടെ, എന്താ പറയുന്നത് എൻ്റെ മലയാളം എന്താ കിങ്ഡത്തിൻ്റെ അവിടെ? ദൈവരാജ്യം ഉണ്ടാക്കണം. അപ്പം അതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ് ആദാമിനെ ഹവ്വയൊക്കെ ഉണ്ടാക്കിയത്. കാരണം അവിടെ ദൈവം ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സ്വർഗം ദൈവം മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഏതാണ്ട് നക്ഷത്രങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളാണ്. കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് മുട്ടൊന്നും പോലുമില്ല. അത്രയ്ക്കും പ്ലാനും പദ്ധതിയാണ് കർത്താവ് അല്ലേ. എല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അവിടെ കർത്താവ് കിങ് ഓഫ് കിങ് ആണല്ലേ, രാജാതിരാജാണ് അവിടെ. അപ്പം അവിടെ ദൈവം എന്ത് ചെയ്തു? തൻ്റെ സാമ്രാജ്യം അവിടെ സ്ഥാപിച്ചിരിക്കുക. അപ്പം ആ സാമ്രാജ്യം, ആ കിങ്ഡം ഓഫ് ഗോഡ് ഒന്നുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കർത്താവ് ഭൂമി തിരഞ്ഞെടുത്തു. കർത്താവ് എന്ത് ചെയ്തു? കർത്താവിൻ്റെ ഭരണം ആരെ ഏൽപ്പിക്കാൻ പോകുമായിരുന്നു? ഭൂമിയുടെ ഭരണം ആരെ ഏൽപ്പിക്കുമായിരുന്നു? ആദാമിനെ ഏൽപ്പിച്ചു. എന്തിനാണ്? തൻ്റെ സാദൃശ്യത്തിൽ ആദാമിനെ ഉണ്ടാക്കിയിട്ട് അവനെ ഭൂമിയിൽ ആരാക്കി നിർത്തിയിരിക്കുക? കർത്താവ് രാജാവാക്കി നിർത്തിയിരിക്കുക. നോക്കിയേ, ആ രാജാവ് മറ്റൊരു രാജാവിനെ ഇവിടെ തിരഞ്ഞെടുത്ത്
തന്നെതാണ് കിങ്ഡം ഓഫ് ഗോഡ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി അല്ലേ ഇവിടെ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തെ നിർത്തുവാനിടയായി. പക്ഷേ രാജാവിൻ്റെ അത് വിട്ടുപോയി. സംഭവം ആരടിച്ചെടുത്തു? പിശാച് അടിച്ചോണ്ട് പോയി. അപ്പം ഈ കാണുന്ന ലോകത്തിന് സദൃശ്യമായതല്ല. കാരണം എന്ന് പെരുമാറും ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു നാം വിശ്വസിച്ചറിയുന്നു. അടുത്തെന്താണ്? വിശ്വാസത്താൽ ഹാബേല് ദൈവത്തിൽ നിന്ന് കൈന്റേതിലും ഉത്തമമായ കഴിച്ചു. കൊണ്ടോ? വിശ്വാസത്താലാണ്. അതിനാൽ അവന് നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാട് സാക്ഷി കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായേണ്ടതിലും ഉത്തമമായ വിശ്വാസത്താൽ. വിശ്വാസം വലിയ പ്രാധാന്യമാണ്. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ത് വേണം? വിശ്വാസം വേണം. കായേലിന്റെ നല്ല തന്നെ യാഗം തന്നെ നല്ല യാഗം തന്നെയായിരുന്നു. കായേലിന്റെ യാഗം നല്ല തന്നെയായിരുന്നു അല്ലേ? വയലിലെ സസ്യങ്ങളുടെ അല്ലേ എല്ലാം കൊണ്ടുവന്നു, അല്ലെങ്കിൽ വയലിൽ നിന്ന് കൊണ്ടുവന്ന ഉത്തമമേറിയ യാഗമായിരുന്നു കായലിൻ്റെ. പക്ഷേ കായൽ വിശ്വാസത്താലല്ല ചെയ്തത്. വിശ്വാസത്താലല്ല ചെയ്തത്. അതുമല്ല, കായൽ ഓപ്പോസിറ്റാണ് ചെയ്തത്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗം കഴിക്കേണ്ടത് മൃഗത്തെയായിരുന്നു. മൃഗങ്ങളെ യാഗം കഴിക്കേണ്ടത്. അത് എവിടുന്ന് കിട്ടി? തൻ്റെ അപ്പനിൽ നിന്ന് കേൾക്കുവാനിടയായി. ഇല്ലെങ്കിൽ എങ്ങനെ ഹാബേലിന് യാഗം കഴിക്കുന്നതിനെ പറ്റി അറിയത്തില്ലല്ലോ. തൻ്റെ അപ്പനിൽ നിന്ന് അല്ലെ അപ്പൻ കാണിക്കുന്നത് മനസ്സിലായി, ഇങ്ങനെയാണ് യാഗം കഴിക്കേണ്ടത്. കാരണം അദ്ദേഹം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അനുസരണയോടുകൂടി വിശ്വാസത്താ യാഗം കഴിപ്പിച്ചു അല്ലേ? എന്നാൽ കായൽ നേരെ ഓപ്പോസിറ്റ് ചെയ്തു. നോക്കിയേ, കായൽ എന്ത് ചെയ്തു? കായലിന് ഇഷ്ടപ്രകാരം പുതിയൊരു യാഗം അർപ്പിക്കുവാനിടയായി. പുതിയ രീതിയിൽ സസ്യങ്ങളെ കൊണ്ടൊരു യാഗം അല്ലേ? നിലത്തിലെ ഫലം കൊണ്ടൊരു യാഗം. നോക്കിയേ, മറ്റേത് വിശ്വാസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. വിശ്വാസത്താ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പുള്ളി എന്ത് ചെയ്തു? വിശ്വാസത്തെ അവിടെ തകർക്കുവാനിടയായി. തൻ്റെ ഇഷ്ടപ്രകാരം യാഗം കഴിച്ചു. ആര് പ്രസാദിച്ചില്ല? ദൈവം പ്രസാദിച്ചില്ല. ദൈവം പ്രസാദിച്ചില്ല. ഹല്ലേലൂയ. വചനത്തിന് വിരോധമായി എന്ത് നമ്മൾ ചെയ്താലും ദൈവം പ്രസാദിക്കത്തില്ല. നമുക്ക് പലപ്പോഴും വിടുതൽ കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ അനുസരണക്കേടാണ്. രണ്ടെന്താണ്? വചനമായിട്ട് നമ്മൾ ഒരു അലൈൻമെൻറ്റ് വരുന്നില്ല. വചനമായിട്ട് നമ്മൾ ഒന്നിച്ചു പോയെങ്കിൽ മാത്രമേ ഉള്ളൂ, ദൈവത്തെ അനുസരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താണ് നമുക്ക് വിടുതൽ കിട്ടത്തുള്ളൂ. ഇതെല്ലാം ഒരു പ്രോസസ്സിങ് അല്ലേ? ഇതെല്ലാം ഒത്തു വന്നെങ്കിലേ വിടുതൽ കിട്ടുന്നു. ഒന്ന് വചനമായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്യണം, ദൈവവചനമായിട്ട് കോപ്പറേറ്റ് ചെയ്യണം. രണ്ടെന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കണം. മൂന്നെന്താണ്? ഒരു 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 സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ വേണം, സറണ്ടർ വേണം. നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരം ഒക്കെ പോകാൻ പറ്റത്തില്ല. നാലെന്താണ്? ദൈവത്തിൻ്റെ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. അഞ്ചെന്താണ്? ഹല്ലേലൂയ. ഇതെല്ലാം ഒത്തു വന്നെങ്കിലുള്ളൂ നമുക്ക് ആ വിടുതൽ കാണാൻ പറ്റത്തുള്ളൂ. ചില വിളിച്ചിട്ട് ഇപ്പം വിടുതൽ വേണം, നടക്കത്തില്ല. പറ്റുമോ? ഇല്ല, നടക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം വിചാരിക്കണം വിടുതൽ വേണമെങ്കിൽ ദൈവം തരണം അല്ലേ? നമ്മൾ എത്രമാത്രം സറണ്ടർ കൊടുക്കുന്നുണ്ടോ, വിശ്വാസമുണ്ടോ, അതനുസരിച്ചാണ്. അപ്പം അതുകൊണ്ടാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതാണല്ലോ അല്ലേ? അതുകൊണ്ടാണ് വിശ്വാസത്താൽ നോഹ
അതുവരെ കാണാത്തവയെ കുറിച്ച് അള്ളിപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തത്. അതുവരെ മഴ കണ്ടിട്ടില്ല, നോഹ കണ്ടിട്ടില്ല അല്ലേ? അതുവരെ മഴ ഭൂമിയെന്ന് മഞ്ഞ് പൊങ്ങിയിട്ടാണ് നിലത്തെ നനച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മഴ പെയ്തിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവം പറഞ്ഞത് അനുസരിക്കുവാനിടയായി. വിശ്വസിച്ചു, നോഹ വിശ്വസിച്ചു. ഭൂമിയിൽ മഴ പെയ്യും അല്ലേ? വിശ്വസിച്ചു നോഹ. അതാണ് വിശ്വാസം, ദൈവത്തോടുള്ള വിശ്വാസം. അതാണ് ഹല്ലേലൂയ. അതുകൊണ്ട് നോഹ 100 വർഷത്തോളം പ്രസംഗിച്ചെന്നാ പറയുന്നത്. 100 വർഷം പ്രസംഗിക്കാനിടയായി. ഭൂമിയിൽ മഴ വരാൻ പോവുകയാണ്, വെള്ളപ്പൊക്കം വരാൻ പോവുകയാണ്. എല്ലാവരും പെട്ടകത്തിൽ കയറിക്കോ, രക്ഷപ്പെട്ടോ? ആരും കേട്ടില്ല. കാരണം ഇന്ന് വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. ആർക്കും മനസ്സിലായില്ല. പ്രൈസ് ഗോഡ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന റാപ്ചർ. എന്താണ്? ഇതുവരെ ഭൂമിയിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ അനേകർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റാപ്ചറിന് സമയമായിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയിക്കോ അല്ലേ? പക്ഷെ ഇന്നും ആരും റെഡിയാകുന്നില്ല. അതും ഇതുപോലെ പെട്ടെന്ന് സംഭവിക്കും. ഓ ഹല്ലേലൂയ. പണ്ടൊരാൾ ഉദാഹരണം പറഞ്ഞതുപോലെ ഇപ്പൊ കൃപായുഗമാണ്. നമ്മുടെ ഈ സിഗ്നലിൽ നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലെ ലൈറ്റ് ഏതാ? അതിനുശേഷം ഏതാ? മഞ്ഞ. അതിനുശേഷം ഏതാ? ഗ്രീൻ. നമ്മളിങ്ങനെ ഗ്രീൻ ഇങ്ങനെ കിടക്കുക, ഓപ്പണായി കിടക്കുക. ഗ്രീൻ വരുമ്പോഴാണല്ലോ വണ്ടിയെല്ലാം പാസ് ചെയ്യുന്നത് അല്ലേ? അടുത്തത് എന്താ? യെലോയിൽ നമ്മൾ എന്ത് ചെയ്യും? പാസ് ചെയ്തു. അതിനുശേഷം എന്താ? റെഡി. നമുക്ക് പാസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് കൃപായുഗം എന്ന് പറഞ്ഞാൽ യെലോയാ. മനസ്സിലായോ? ഗ്രീൻ കഴിഞ്ഞു, ഇപ്പൊ യെലോയിലാണ് നമ്മൾ. ഏത് സമയത്തും റെഡാവും. അതുകൊണ്ടാണ് ഈ യെല്ലോ വഴി കയറി പൊക്കോണം, ഓടിക്കണം. മറ്റുള്ളവരെയാണ് കൂട്ടിക്കൊണ്ട് പൊക്കോണം. ഹല്ലേലൂയ. മറ്റുള്ളവരെ നമ്മൾ കാണുന്നവരോട് എന്തിനും സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കണം. താങ്ക് യു ജീസസ്. കർത്താവ് പറഞ്ഞുകൊണ്ടാണ് അത് ഞാൻ വായിച്ചത് കേട്ടോ. ഹല്ലേലൂയ. ഓ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന് 5-ാം വാക്യം കർത്താവ് സംസാരിക്കുന്നവരുടെയായി. അതുകൊണ്ട് നമ്മൾ വായിക്കാൻ പോകണം. എന്താണ്? 15:5, 15:5. I am the vine, you are the branches. എന്താണ് കർത്താവ് പറഞ്ഞ്? ഞാൻ മുന്തിരിവള്ളിയാകുന്നു, നിങ്ങളെന്താണ്? കൊമ്പുകളുമാകുന്നു. ഒരുത്തിന് എന്നിലും, whoever abide in me and in him, he is the bears much fruit. അല്ലേ? അപ്പൊ കർത്താവിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫലമുണ്ടാകത്തുള്ളൂ, ഫലം പുറപ്പെടുവിക്കാൻ പറ്റത്തുള്ളൂ, വളരെ ഫലം കായ്ക്കത്തുള്ളൂ. അതായത് ബ്രാഞ്ചസിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ സാധ്യമല്ല. പറ്റുമോ? മുന്തിരിവള്ളിയിലെ ബ്രാഞ്ചസിന് ഞാൻ ഒന്ന് മാറുന്ന, ഞാൻ ഒറ്റയ്ക്ക് നടക്കില്ല. അപ്പം ബ്രാഞ്ചസ് ആർ നോട്ട് ഇൻഡിപെൻഡന്റ് ഓഫ് ദ വൈൻ. യേശുക്രിസ്തു ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കർത്താവിനെ കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവിനെ കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കാരണം നമ്മുടെ സ്പിരിറ്റും കർത്താവിൻ്റെ സ്പിരിറ്റും ഒന്നായി അല്ലേ? നമ്മുടെ സ്പിരിറ്റിൽ ആരാ? യേശു വന്നു കഴിഞ്ഞു. നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ ആര് വന്നു കഴിഞ്ഞു? യേശു വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ യേശുവിനെ കൂടാതെ നമുക്ക് പോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടാൽ യേശു വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? യേശുവിനെ കൂടാതെ, വചനം കൂടാതെ എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. രാത്രിയിൽ ഹല്ലേലൂയ. കർത്താവ് കുറച്ച് നാൾ നമ്മൾ നിർത്തും. പോകാതെ വചനം അല്ലെങ്കിൽ വചനം അനുസരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ, യേശുവിനെ കൂടാതെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് നാൾ നിർത്തും. എത്ര നാൾ നിർത്തുന്നറിയാവോ? തോട്ടക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഈ വൃക്ഷത്തിൽ ഫലമില്ലല്ലോ, ഈ വൃക്ഷത്തിൽ ഫലമില്ലല്ലോ. അപ്പോൾ കർത്താവിനെ പറഞ്ഞത്, യേശുവിനെ പറഞ്ഞത്, അല്ല തോട്ടക്കാരൻ വെട്ടിക്കളഞ്ഞേക്കാൻ പറഞ്ഞു അല്ലേ? തോട്ടക്കാരൻ പറഞ്ഞ ആരാ?
പിതാവാം ദൈവം. പിതാവാം ദൈവം പറഞ്ഞെന്താണ്? വെട്ടിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് എന്താ പറഞ്ഞത്? ഒരു വർഷം അവിടെ നിൽക്കട്ടെ. എന്തിനാ? നമുക്ക് വളമൊക്കെ ഇടാം, ഒന്നുകൂടെ വളമിട്ട് നോക്കാം. അപ്പോൾ ദൈവം ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുക. ദൈവം എന്തിനാ? തട്ടിക്കളയാതെ അല്ലേ ജീവനോടെ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വർഷം കടന്ന് കാത്തു നിൽക്കുക കർത്താവ്. എന്തിനു വേണ്ടിയാ? ഫലം കായ്ക്കുമെന്നറിയാൻ വേണ്ടി. ഫലം കായ്ക്കുമെന്നറിയാൻ വേണ്ടി. അല്ല, ദൈവത്തിന് അറിയാൻ പറഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ദൈവം മടക്കി കൊണ്ടുവരാൻ ആഗ്രഹമാണെങ്കിൽ ദൈവം മടക്കി കൊണ്ടുവരും. ചില അടിയൊക്കെ ദൈവം കൊടുത്തു നോക്കും അല്ലേ. ചില വാണിങ്ങൊക്കെ ദൈവം ചെയ്യും. നീ മടങ്ങി വാ. അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ ദൈവം തൻ്റെ മക്കളെ എന്തുകൊണ്ടാ? സ്നേഹിക്കുന്നുമുണ്ട്. കാരണം നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. ദൈവം ഒന്ന് വിട്ടു കഴിഞ്ഞാൽ പോയി, ശരിയല്ലേ? ദൈവം തള്ളിക്കഴിഞ്ഞാൽ പിന്നെ എത്ര നമ്മൾ ഉപദേശിച്ചാലും ശരി, എത്ര നമ്മൾ ഉപവസിച്ചാലും ശരി, എത്ര മാനസാന്തരം പറഞ്ഞാൽ അല്ലേ, എത്ര മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചാലും ശരി, മാനസാന്തരപ്പെടത്തില്ല. ആര് കൊണ്ടുപോയി? പിശാചിൻ്റെ കരങ്ങളായി പോവും. അവൻ പിച്ച് ചീന്തിക്കളയും. പിശാച് വന്നിരിക്കുന്നത് എന്തിനാണ്? മോഷ്ടിപ്പാൻ വേണ്ടിയാണ്, അറപ്പാൻ വേണ്ടിയാണ്, കൊല്ലാൻ വേണ്ടിയാണ്, മുടിപ്പാൻ വേണ്ടിയാണ്. ദൈവം വിട്ടുകൊടുത്താൽ പോയി അല്ലേ. പക്ഷെ ഇത് രാത്രി നമ്മൾ ദൈവം വിട്ടുകൊടുക്കാത്തതിനായ സ്തോത്രം, വിട്ടുകൊടുക്കാത്തതിനായ സ്തോത്രം. പലപ്പോഴും നമ്മൾ മരിക്കാത്തതിൻ്റെ കാര്യം അതുകൊണ്ട് ഇവിടെ പിടിച്ചിരിക്കാൻ കാരണം എത്രയോ ആക്സിഡൻറ്റുകൾ ഉണ്ടാകണ്ടായിരുന്നു, എത്രയോ പ്രാവശ്യം നമ്മളെ തട്ടിപ്പോകണ്ടായിരുന്നു. കാരണം കർത്താവ് ഒരു വർഷം നമ്മൾ കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാ? ഫലം കായ്ക്കുമോ, ഫലം പുറപ്പെടുവിക്കുമോ എന്നൊക്കെ. ഹല്ലേലൂയ. ചിലർ ഫലം പുറപ്പെടുവിക്കുക എന്താണെന്നറിയാം? അത് കാട്ടുമുന്തിരിങ്ങയായി പോകും. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ യേശുവിനെ കൂടാതെ ഒന്നും സാധ്യമല്ല. യേശുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് രാത്രി യേശുവായിട്ട് അലൈൻ ചെയ്യണം, യേശുവായിട്ട് നമ്മൾ നടക്കണം, യേശുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, യേശുവിനെ കൂടെ നടത്തണം, യേശുവിനോട് ആലോചന ചോദിക്കണം അല്ലേ, യേശുവിൻ്റെ മുന്നിൽ സമർപ്പിച്ചു കൊടുക്കണം. ഈ ഖമാനാസി ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി വാണിംഗ് പോലെ ഇത് സംസാരിക്കും. എനിക്കറിയത്തില്ല വാണിംഗ് ദൈവം തരുന്നത്, വാണിംഗ് പോലെ ദൈവം തരുന്നു. എന്തോ അടി ദൈവം തരാൻ പോവാം. നീ മാനസാന്തരപ്പെട്ടു, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അടി ദൈവം തരാൻ പോവാം. ചില ചാൻസുകൾ ദൈവം തരാൻ പോവാം. ഹല്ലേലൂയ. ചില ചാൻസുകൾ ദൈവം തരാൻ പോവാം. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഉമ്മിക്കന, അങ്ങനെ വാക്യമുണ്ട്, ഉമ്മർന്ന് കളയല്ലേ. യെസ്, അങ്ങനെ വാക്യം വരിക. യെസ്, മാനസാന്തരപ്പെടാനാണ് കർത്താവ് പറയുന്നത്. അല്ല, തള്ളപ്പെട്ടു പോവും, തള്ളപ്പെട്ടു പോവും. രാത്രി മടങ്ങി വാ, ഹൃദയം ദൈവത്തിലേക്ക് കൊടുക്ക്. കർത്താവേ, ഞാൻ എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണമേ, ഞാനിതാ മടങ്ങി വരികയാണ്. യേശുവേ, ഞാൻ മടങ്ങി വരികയാണ്. ഹല്ലേലൂയ. രക്തത്താനെ കഴി ശുദ്ധീകരിക്കണമേ. ഇന്ന് രാത്രി തീരുമാനമെടുക്ക്. ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ഉപവസിക്കും, ഞാൻ പാപം ചെയ്യത്തില്ല, ഞാൻ വചനം ധ്യാനിക്കും, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കും, ഞാൻ അനുസരിക്കും. ഓ താങ്ക് യു ജീസസ്. ദൈവാത്മാവിന്റെ സാന്നിധ്യം ഒഴുകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് പറയുന്ന ആമോസിൽ നോക്കുക, കൊട്ടയിൽ എന്താ ഇരിക്കുന്നത്? കർത്താവ് അതിനകത്ത് പഴം ഇരിക്കുന്നു. നീ സൂക്ഷിച്ചു നോക്കിയേ, എന്ത് സംഭവിച്ചു? കുറേ എണ്ണം പഴുത്തിരിപ്പുണ്ട്, കുറേ എണ്ണം ചീഞ്ഞിരിക്കുക. മനസ്സിലായോ? ഇന്ന് പല സഭയ്ക്കകത്തും അങ്ങനെയാണ്. എന്താ? കുറേ എണ്ണം പഴുത്തിരിപ്പുണ്ട്, കുറേ എണ്ണം ചീഞ്ഞിരിപ്പുണ്ട്. ചീഞ്ഞതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല, എടുത്ത് കളയേണ്ടതായിട്ട് വരും. കർത്താവ് പറയുന്നു ഇത് അന്ത്യകാലമാണ് അല്ലേ. നെല്ലിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഗോതമ്പിൻ്റെ കൂടെ എന്തോടെയുണ്ട്? കളകളുടെയുണ്ട്. വളരട്ടെ, വളരട്ടെ, രണ്ടും വളരട്ടെ, രണ്ടും വളരട്ടെ. അവസാനമാകുമ്പോഴേ ഉള്ളു കള പറിച്ചെടുത്ത് തീ കത്തിറിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ബ്രാഞ്ചസ് ആർ നോട്ട് ഇൻഡിപെൻഡന്റ് ഓഫ് ദ വൈൻ. യേശുവിനെ കൂടാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. രണ്ടെന്താണ്? നമ്മുടെ വി മസ്റ്റ് ഡ്രോ ഫ്രം ക്രൈസ്റ്റ് അവർ സ്പിരിച്വൽ ലൈഫ്
ആൻഡ് ഫ്രൂട്ട്ഫുൾനെസ് ആയിരിക്കണം അല്ലേ? ഫലമുള്ള ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. ഫലമുള്ള ഒരു ക്രിസ്ത്യ ജീവിതത്തിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സങ്കീർത്തനം 1:3 എന്താ വായിക്കുന്നത്? സാംസ് 1:3 എന്താ വായിക്കുന്നത്? റൈച്ചസ് മാൻ ഈസ് ലൈക്ക് എ ട്രീ planted streams of water that yield its fruit in its season. ഒന്നെന്താണ്? ഫലം കഴിക്കുന്ന വ്യക്തിയായിരിക്കും. ഫലം കഴിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലേ? അപ്പൊ യേശുവിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഫലം കഴിക്കുന്ന വ്യക്തിയായിരിക്കും. രണ്ടെന്താണ്? ലീഫിനെ കുറിച്ച് കാണിക്കും. എന്താണ്? ഇല വാടാത്തതായിരിക്കും. വാടാത്ത ഇലയായിരിക്കും. ഈ ഇലയെ കുറിച്ച് എന്താ കാണിക്കുന്നത്? നമ്മുടെ ലൈഫാണ് ഇല. വാടാത്ത ഇല. സാധാരണ ഇല വന്നാൽ, പച്ച ഇല വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അത് വാടി പഴുത്ത് പൊഴിഞ്ഞു പോകും അല്ലേ? ഭൂമിയിൽ നിന്ന് മരിച്ചു പോകും. പക്ഷേ പരിശുദ്ധാത്മാവ് ഉള്ളിടത്തോളം കാലം, ആ വെള്ളം നമ്മളിൽ ഗന്ധമടിക്കുന്നിടത്തോളം കാലം എന്ത് പറ്റും? ഇത് വാടാതെ നിൽക്കും. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ലോകത്ത് മാറ്റപ്പെടും, അത് വേറെ കാര്യം. പക്ഷെ വാടാതെ നിൽക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 14:6 വായിച്ചാലും, അതിന് പിന്നെ എന്താണ്? ഇൻ ഓൾ ദാറ്റ് ഹി ഡസ് പ്രോസ്പെറസ് അല്ലേ? പ്രോസ്പെറസ് ഇരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? ചെയ്യുന്നതൊക്കെ. ഇപ്പം വചനം അല്ലെങ്കിൽ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്താലും അനുഗ്രഹിക്കപ്പെടുള്ളൂ. ആ യോഹന്നാൻ സുവിശേഷം 14:6 വായിച്ചു നോക്കി. കണ്ടോ? പിതാവിന്റെ അരികെ പോകണമെങ്കിൽ യേശുവിനോട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. The spiritual life of believers flow from being connected to Christ, who is the source of the true life. യേശു അല്ലാതെ, യേശുവിലൂടെ അല്ലാതെ നമുക്ക് പിതാവിനൊരിക്കൽ ചെല്ലാൻ പറ്റത്തില്ല. നിത്യത ചെല്ലണമെങ്കിൽ യേശു വേണം അല്ലേ? ഓൺലി ജീസസ്. ആ വാക്യം വായിച്ചേ. ഞാൻ തന്നെ വഴിയും സത്യമാകുന്നു ജീവനുമാകുന്നു. ഞാൻ എന്നെ കൂടാതെ ആർക്കും പിതാവിന്റെ അരികെ എത്തുന്നില്ല. ഹല്ലേലൂയ. യേശുവില്ലാതെ നമുക്ക് പിതാവിന്റെ അരികെ ചെല്ലാൻ സാധ്യമല്ല. യോഹന്നാൻ സുവിശേഷം 15:5 കർത്താവ് പറഞ്ഞെന്താണ്? ഹല്ലേലൂയ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എന്താണ് അതിന്റെ അർത്ഥം? 15 അതിന്റെ അർത്ഥം എന്താണ്? ഒരു പ്ലൂറലാണ് കാണിക്കുന്നത് അല്ലേ? ബിലീവേഴ്സ് എന്നാണ് കാണിക്കുന്നത്. ബിലീവേഴ്സ് ഹു ആർ കണക്റ്റഡ് ടു ക്രൈസ്റ്റ്. ഒറ്റ കൊമ്പാണ് അല്ല. കർത്താവ് തലയാണ്, സഭ എന്താണ്? ശരീരം, അവയവങ്ങളാണ്. അപ്പൊ നമ്മളെല്ലാം ഓരോ യേശുവിന്റെ അവയവങ്ങളാണ്. അപ്പോഴാണ് പ്യൂറലാണ് കാണിച്ചിരിക്കുന്നത്. കർത്താവ് എന്താണ്? ഇൻഡിക്കേറ്റിംഗ് മൾട്ടിറ്റ്യൂഡ് ഓഫ് ബിലീവേഴ്സ് ഹു ആർ കണക്റ്റഡ് ടു ക്രൈസ്റ്റ് അല്ലേ? അപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും യേശുവായിട്ട് കണക്ട് ചെയ്തിരിക്കുക. ഒരാൾ കൈയായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഒരാൾ കാലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, ഒരാൾ കണ്ണായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം സഭയെന്ന് പറഞ്ഞാൽ കണക്ഷൻ അല്ല, യേശുവിൻ്റെ കണക്ഷനാണ്. ശരിയല്ലേ പറഞ്ഞത്? പണ്ട് ഞാൻ UK ചെന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വെളുപ്പിനൊരു സ്വപ്നം കാണുവേണ്ടായി. ദൈവം സ്വപ്നം കാണിച്ചു. ദൈവം സ്വപ്നം കാണിക്കുന്നതിനെ അറിയാം. കർത്താവിന് ക്രൂശിൽ കിടക്കുക. പെട്ടെന്ന് കർത്താവിൻ്റെ ഈ ചങ്ങിൻ്റെ അകത്തോട്ട് രണ്ട്, ഈ സൈഡിൽ നിന്ന് രണ്ട് ഈ കൂർത്താഗ്രഹമുള്ള വിശേഷത്തിലുണ്ടല്ലോ, കുന്തം പോലെ നമ്മുടെ ഈ മുപ്പല്ലി സാധനമില്ലേ, ഇവിടുന്ന് കുത്തിക്കയറി. ആരാ കുത്തിക്കയറ്റി? രണ്ട് സൈഡിൽ വലിച്ചു കയറുക. മനസ്സിലായോ? വലിച്ചു കയറുക. ഞാൻ കർത്താവ് ഇതെന്താ? എന്നോട് പറഞ്ഞു, ഇതാ സഭയെ പിളർത്തുന്ന ഇതാണ്. ഇങ്ങനെയാണ് സഭയെ പിളർത്തിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? പല പെന്തിക്കോസ് സഭകൾ പിളർത്തത് അങ്ങനെയാണ്.
കർത്താവിനെയാണ് കീറിക്കൊണ്ട് പോകുന്നത്. അതാരും അറിയുന്നില്ല. കർത്താവിൻ്റെ ശരീരമല്ലേ അത്. ചെറിയ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് കസേരയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആരെയാണ് പിളർത്തുന്നത്? കർത്താവിൻ്റെ ശരീരം പിളർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ പല പിളർന്ന സഭകളിലും കർത്താവിൻ്റെ പൂർണ്ണത അവിടെ ഇല്ല. കുറച്ച് ഭാഗത്ത് കർത്താവിൻ്റെ ജസ്റ്റ് കാണും, കുറച്ച് ഭാഗത്ത് കർത്താവിൻ്റെ എന്തുണ്ട്? എല്ലാവരും വിശ്വാസം എന്താ? കർത്താവ് അവിടെ ഉണ്ടെന്നാണ്. പക്ഷെ പിളർത്തിക്കൊണ്ട് പോകുമ്പോൾ ഓർത്തോണം എന്താണ്? കർത്താവില്ല അവിടെ. എന്നെ കാണിച്ചൊരു വിഷയമാണ്. ഞാനൊന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച കർത്താവ് ഇതെന്താ? അപ്പം എന്നോട് ദൈവം സംസാരിച്ചത് സഭയെ പിളർത്തുന്നതാണ്. ഇങ്ങനെ അന്ന് ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോഴത്തേക്ക് ഞാൻ പ്രസംഗിച്ചത് ആ വിഷയം. ആ സഭ പിളരാണ്ടിരിക്കുമായിരുന്നു. ആ സഭയിൽ ഒരു സഹോദരൻ മുഖാന്തരം അതിനെ തകർക്കാനിരിക്കുമായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സഹോദരൻ വന്ന പാസ്റ്ററോട് ക്ഷമ ചോദിച്ചു. ഹല്ലേലൂയ. പിന്നെ രാത്രി ഓർക്കണം, നമ്മൾ ദൈവസഭയ്ക്കെതിരെ നിൽക്കാൻ പാടില്ല, പിളർത്താൻ പാടില്ല ഒരിക്കലും. പിളർത്തിയ കർത്താവിനെയാണ് നമ്മൾ കീറുന്നത്. ഹല്ലേലൂയ. വലിയൊരു മർമ്മമാണ് കർത്താവിനെ കാണിക്കുവാനിടയായത്. അനേക സഭകൾ പിളർന്നിരിക്കുക. കർത്താവിനെ കീറി, ഓൾറെഡി കീറി. 2000 വർഷങ്ങൾക്ക് മുന്നേ കർത്താവ് ഓൾറെഡി നമുക്ക് വേണ്ടി തകർന്ന് ഒരു പരിവായിട്ടിരിക്കുക. പിന്നെ ആ കർത്താവിനെ കീറിക്കൊണ്ടിരിക്കുക. എന്നാലോചിച്ച് നോക്കിയേ, വീണ്ടും അനേക സഭകൾ പിന്നെയും കർത്താവിനെ കീറിക്കൊണ്ടിരിക്കുക. ഒരാൾ കൈ കൊണ്ടുപോകുന്നു, ഒരാൾ കാല് കൊണ്ടുപോകുന്നു, ഒരാൾ ചെസ്റ്റ് കൊണ്ടുപോകുന്നു. അവരറിയുന്നില്ല അവർ ചെയ്യുന്നത് എന്താണ്. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്താണ്? 1 കൊരിന്ത്യർ 12-ാം അധ്യായം 2 വായിച്ചേക്കാം നമുക്ക്. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്ന 12:2 Just as the body is one and has many members, അതല്ലേ 12:2. 1 കൊരിന്ത്യർ 12:2 വായിച്ചു നോക്കി. 1 Corinthians chapter 12:2. Just as the body is one and is many members, and all the members of the body, through many are the body, so it is with Christ. അല്ലിരിക്കുന്നത് 11:3 ഏത് പുരുഷന്റെയും തല ക്രിസ്തു. എന്നാൽ എല്ലാം പ്രവർത്തിക്കുന്നത് തനിച്ചിരിക്കുമ്പോൾ അവനവന് അതത് വരുമ്പോൾ ഒത്തുകൊടുക്കും ഒരാത്മാവെന്നേ. ശരീരം ഒന്നും അതിന് അവയവം പലതും ആണോ വസ്തുദേശം? ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാവരും ശരീരമായിരിക്കുന്ന പോലെയാവുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 12 കേട്ടോ. Thank you, Jesus. So spiritual productivity is okay. God purpose is having us connected to Christ is to produce fruit. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. നമുക്ക് ഇനി ഗലാത്യർ 5-ാം അധ്യായം 22-ാം വാക്യവും 23-ാം വാക്യവും വായിച്ചിട്ട് നമുക്ക് നിർത്താം. നമുക്ക് Galatians chapter 5 22-23. The kind of fruit. The fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, self-control. അവൻ നമ്മുടെ രാത്രി പ്രാർത്ഥിക്കാൻ പോട്ടോ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഗലാത്യർ ലേഖനം 5-ാം അധ്യായം 2 കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്ന്, യേശുവിനോട് പറ്റിയിരിക്കാൻ പ്രാർത്ഥിക്കണം. നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോകും. ഒന്നെന്താണ്? കർത്താവ് പറഞ്ഞ കർത്താവിനെ കൂടെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യം അല്ലല്ലേ. അതുകൊണ്ട് രാത്രി കർത്താവിനോട് വീണ്ടും അടുക്കണം, കർത്താവിനോട് ഒന്നിച്ച് വസിക്കണം. എൻ്റെ വചനം നിങ്ങളുണ്ടെങ്കിൽ അതായത് യേശു നമ്മളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അപേക്ഷിച്ചാലും നിങ്ങൾക്ക് തരും. ഇച്ഛിച്ചാൽ മതി. എൻ്റെ വചനം നിങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ എന്നിലുണ്ടെങ്കിൽ, സിമ്പിൾ അല്ലേ? യേശു നിങ്ങളുണ്ടെങ്കിൽ എന്താണ്? യേശു നമ്മൾ ഓൾറെഡി ഉണ്ടല്ലോ. 2 പേര് ഒന്നിച്ച് വസിച്ചാൽ
ഇപ്പം നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? ഓൾറെഡി യേശു ഉണ്ട്. പക്ഷെ നമ്മൾ എങ്ങോട്ടൂടെ പോകണം? ഒന്നിനു വായിച്ച ഫാസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്നിലും, അതായത് ഓൾറെഡി നമ്മൾ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. അടുത്തെന്താ? എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. ഒന്നിനു വായിച്ച വാക്യം നിങ്ങൾ എന്നിലും ഉണ്ട്. ആ ഒരു വാക്യം നിങ്ങൾ എന്നിലും, എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. കണ്ട, രണ്ടുപേരുടെ ഒന്നിച്ചു കൂടണം. അതേ പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? യേശു ഉണ്ട്, വചനമുണ്ട്, അല്ലെങ്കിൽ യേശു ഉണ്ട്. അടുത്തെന്താ? ഒന്ന് നിർത്തി വായിച്ചത്. ആ മർമ്മം ഒന്ന് പിടികിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ എന്നിലും, അതാരാ? യേശു നമ്മുടെ ഉള്ളിൽ വന്നു. നിങ്ങൾ എന്നിൽ വന്നു അല്ലേ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു. അടുത്ത വാക്യം എന്റെ വചനം നിങ്ങളിലും, എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. എന്താ വസിക്കാന്ന് പറഞ്ഞാല്? വസിക്കാന്ന് പറഞ്ഞ എന്തുവാ? താമസിച്ചാൽ അല്ലേ? അപ്പൊ ആരുണ്ടാവണം? ഒന്ന്, യേശു ഉണ്ടാവണം. രണ്ട്, യേശുവിന്റെ വചനം നമ്മളിൽ വസിക്കണം. ഉണ്ടായത് സംഭവിക്കും. നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും ഇച്ഛിച്ചാൽ ഉണ്ടോ? ഇച്ഛിക്കാന്ന് പറഞ്ഞാൽ തിങ്ക് ചെയ്തല്ലേ? തിങ്ക് ചെയ്താല് അപേക്ഷിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് കിട്ടും. തിങ്ക് ചെയ്താൽ മതി, എന്നിട്ട് അപേക്ഷിപ്പീൻ, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒന്ന് യേശു നമ്മൾ വരണം. രണ്ട്, കർത്താവിന്റെ വചനം നമ്മൾ വരണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വചനം വെച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ അത് നമുക്ക് ലഭിക്കും. ജീസസ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, നമ്മൾ യേശു നമ്മളെ വരണം. നമുക്കൊന്ന് ഓൾറെഡി വന്നു. രണ്ട്, വചനം വരണം. വചനം പറഞ്ഞ യേശു തന്നെയാണ്. വചനം നമ്മുടെ ഉള്ളിൽ വരണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ ഫലം പ്രാർത്ഥിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഫലം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടെന്താണ്? യേശു നമ്മുടെ ഉള്ളിൽ ഉണ്ട് ഓൾറെഡി, പക്ഷെ വചനം ഉള്ളിൽ വരാൻ പ്രാർത്ഥിക്കണം. യെസ്. പലപ്പോഴും നമ്മൾ വചനം വായിക്കുന്നവരാണ്, ധ്യാനിക്കുന്നവരാണ്, പക്ഷേ അത് ഫലം പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ല. ചിലത് പാറപ്പുറത്ത് വീണ പോലെയാവും അല്ലേ? ചിലതൊന്നും പറ്റും പാറപ്പുറത്ത് വീണ പോലെയാവും, കിളിർക്കത്തില്ല വചനം. ചിലത് വീണ് കഴിഞ്ഞാൽ അത് സംഭവിക്കും, മുള്ളുകൾ വന്നിട്ട് ഞെരുകി അതിൻ്റെ ഫലം പുറപ്പെടുവിക്കത്തില്ല. ചിലതൊന്ന് സംഭവിക്കും, കാക്കൾ വന്നിട്ട്, പക്ഷികൾ വന്ന്, അല്ലെങ്കിൽ പറവകൾ വന്നിട്ട് എടുത്തുകൊണ്ട് പോകും. നോക്കിയേ, നല്ല നിലത്ത് വീണത് മാത്രമേ ഉള്ളൂ. നമ്മളെന്തായി തീരണം? നല്ല നിലമായി തീരണം. നല്ല നിലത്തിൽ എന്ത് സംഭവിക്കും? അത് 30, 60, 100 മേനിയായിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇത് രാത്രിയിൽ നമ്മുടെ ഉള്ളിൽ യേശുവാണ്. നമ്മുടെ നല്ലൊരു വിത്ത് പാകുവാൻ തരത്തിലുള്ള നല്ല നിലമായി തീരണം. രണ്ട്, നല്ല കർത്താവ് എന്താണ്? നമ്മുടെ വിത്ത് നമ്മളിൽ വരണം, വചനം നമ്മളിൽ വരണം. അത് 30, 60, 100 മേനിയായിട്ട് കൊയ്യണം അല്ലേ? അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഇച്ഛിച്ചാൽ മതി, നമ്മൾ അപേക്ഷിച്ചാൽ മതി, അത്ഭുതങ്ങൾ നടക്കും. അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കും. എല്ലാത്തിലേക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചൊന്നും വായിച്ച് രാത്രി അതും പ്രാപിച്ചെടുക്കണം. ഒന്നാം പറഞ്ഞല്ലോ, യേശു ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഉണ്ടോ? അപ്പോൾ ഇന്ന് രാത്രി അതും നമ്മൾ പ്രാപിക്കാൻ പോകും. ഹല്ലേലൂയ. നമ്മൾ അല്പസമയം എഴുന്നേറ്റ് നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് കർത്താവോട് ചേരണം. കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്, എന്നാലും കർത്താവിന് വേണ്ടി ചേരണം. കർത്താവിൻ്റെ വചനം നമ്മൾ വസിക്കാൻ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് വചനം എന്ത് ചെയ്യണം? രാപകൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം അല്ലേ? ഹല്ലേലൂയ. ധ്യാനിക്കണം. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ വചനം വായിച്ചത് തീർത്തിരിക്കണം. പുതിയ നിയമം പഴയ നിയമം വായിച്ചിരിക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ അത് ധ്യാനിക്കത്തുള്ളൂ. എന്നിട്ട് പശു നമ്മൾ അയവിറക്കുന്ന പോലെ അയവിറക്കിക്കൊണ്ടിരിക്കണം. മനസ്സിലായോ? ഈ പശു എങ്ങനെയാണെന്നറിയാം? പുല്ല് തിന്നിട്ട് പിന്നെയാണ് അതിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നത്, ജ്യൂസ് അല്ലേ? അതിൻ്റെ ജ്യൂസ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം?
വചനം വായിച്ചിട്ട് ധ്യാനിക്കണം. പിന്നെ അതിരുന്ന് ഇങ്ങനെ ആലോചിക്കണം. ആ ജ്യൂസ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. മലയാളവും ഇംഗ്ലീഷും എല്ലാം വെച്ച് വായിക്കണം. നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് വായിച്ചുകൊണ്ടിരിക്കണം. വായിച്ച് 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 എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പുസ്തകത്തിൽ വായിക്കാൻ പറ്റുന്നതിൽ നിങ്ങൾ ആപ്പ് ഇട്ടാൽ മതി. ആപ്പ് ഇട്ടിട്ട് നിങ്ങളത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും, ഓഡിയോ കേൾക്കാൻ പറ്റും. അപ്പം ജസ്റ്റ് നമ്മുടെ കണ്ണോടെ ആ കൂടെ പോയാൽ മതി. ഇട്ടിട്ടൊന്നും പോകരുത്, നമ്മളതിൻ്റെ മുന്നിൽ ഇരിക്കണം. അപ്പോൾ വേർഡ്സുകൾ നമ്മുടെ ഹൃദയത്തിൽ പതിയും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വോയിസും കേൾക്കാൻ പറ്റും, ആ വേർഡ്സുകൾ നമ്മുടെ ഹൃദയത്തിൽ പതിയുകയും ചെയ്യും. ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ ലോകത്തായി പോകും. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കണം. അവിടെ ഒരു 3-4 അധ്യായമൊക്കെ ദിവസം വായിക്കണം. ഓ ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അതിൻ്റെ ഇംഗ്ലീഷ് പഴയ നിയമം വേണം, പുതിയ നിയമം വേണം. വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ വായിച്ച് തീർക്കണം. മിനിമം 2 പ്രാവശ്യം നമ്മൾ വചനം നമ്മുടെ ഉള്ളിലാക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് 10 വർഷം കഴിയുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ വചനം വായിക്കും? വചനം ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ അല്ലേ, വചനത്തിലൂടെയാണ് ദൈവം നമ്മൾ പ്രവർത്തിക്കുന്നത്. ഓ ഹല്ലേലൂയ. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ജീസസ് ജീസസ് ജീസസ്. രാത്രി എഴുന്നേറ്റിരിക്കാം. രാത്രി നമ്മൾ ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത മെസ്സേജുകൾ പറഞ്ഞു, മനസ്സിലായോ? പ്രീ പ്ലാനുകളേ ഇല്ലായിരുന്നു. ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാനിടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് രാത്രി കേൾപ്പിച്ചു കൊടുത്താൽ ഒന്ന് യേശുവിനോട് വസിക്കട്ടെ, യേശുവിനോട് വസിക്കട്ടെ. 2 പരിശുദ്ധാത്മ ഫലം നമുക്കുണ്ടാവട്ടെ. ഹല്ലേലൂയ. ഫലം ഉണ്ടാകട്ടെ. ഫലമുള്ള ജീവിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ഓ റാബാനശി ശന്തരാധനകടാസകനെ. ഒരു പാട്ട് പാടിയാലും ജീസസ് ജീസസ് ജീസസ്. ഹോളി സ്പിരിറ്റ് പ്ലീസ് കം. Holy Spirit, please come. Oh, please come. Holy Spirit, please come. Oh, Holy Spirit, please come. Oh, Rala Barakaba. Yes. Jesus. Breath of God. Breathe upon me, Spirit of the Lord. As I lay my hand, surrender to your name. Oh, Amen. Your Spirit walking in Jesus, 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 upon me, word of God. Breathe upon me, Spirit of the Lord. As I lay my heart in surrender to your name. I'm yielding to your Spirit, yes, walking in your breath, yes. Alvaru Sanathan വീണ്ടും വെളിപ്പെട്ടു വരും ശക്തമായിട്ട്. Jesus, I adore. Jesus, I adore. Jesus, I adore. Yes, fill my cup, Lord. Hallelujah. I lift it up, Lord. Hallelujah. Coming conch. Hallelujah. Hallelujah. Fire പോലെ സാന്നിധ്യം വരുന്നു. Amen. Oh my Lord, കർത്താവേ, സാന്നിധ്യത്തിൽ bread of heaven.
Feed me till I want to know more. Yes. Rakamana Shandara Sigani. Fill my cup, Lord. Fill my cup, Lord. എല്ലാവരും പ്രാർത്ഥിച്ചാലും പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിനായി പ്രാർത്ഥിച്ചാലും ഞങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഉണ്ടാകട്ടെ കർത്താവേ. രാത്രി ഞങ്ങൾ പ്രാപിക്കുകയാണ്. ഞങ്ങൾ യേശുവിൽ വസിക്കാൻ ഏൽപ്പിച്ചവരാണ്. നമ്മുടെ വചനം ഞങ്ങളെ വസിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. In the name of Jesus. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും സറണ്ടർ കൊടുത്താലും പ്രാർത്ഥിച്ചാൽ അല്പസമയം എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാലും ഓ ജീസസ് ഞങ്ങൾ സറണ്ടർ ചെയ്യാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈവാന ശന്തര ബനാസ് യെസ് എല്ലാവരും പ്രാർത്ഥിച്ചാലും എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താലും ജീസസ് ജീസസ് ജീസസ്. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ വെളിയിൽ പോകുന്നു ചില സമയത്ത്. അതാണ് ഇപ്പം മറ്റു പ്രശ്നം ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഒരു കുടയെടുത്ത് കഴിഞ്ഞാൽ നീർത്ത് അത് പ്രോപ്പറായിട്ട് പിടിക്കുമ്പോഴാണ് മഴ തന്നെ ആയിരിക്കത്തില്ല. പക്ഷെ കുട നീർത്ത് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു മടങ്ങിപ്പോയാലോ അത് അറ്റാക്ക് വരുന്നത്. ദൈവരാജ്യത്ത് തന്നെ നോക്കണം. മനസ്സിലായോ? ദൈവരാജ്യത്ത് നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അറ്റാക്ക് വരാതിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അടി വരും. അത് ആ മറ്റേ പിശാചിൻ്റെ എന്താ പറയുന്നത് ഈ അറ്റാക്ക് ഉണ്ടാവും. ദിവസങ്ങൾ പാസ്റ്റർ ദൈവരാജ്യത്ത് തന്നെ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ദൈവരാജ്യത്ത് തന്നെ നിൽക്കാൻ. ഹല്ലേലൂയ. അതിൻ്റെ അപ്പുറത്തോട് പോകാൻ പാടില്ല. അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവൻ അറ്റാക്ക് ചെയ്യും. ജീസസ് എന്നെ കാണിക്കുന്നത് അങ്ങനെ. ദൈവരാജ്യത്തിന് വെളിയിൽ പോകുന്നുണ്ട് ഇടയ്ക്ക്. അതുകൊണ്ട് എന്താ പറയുക, വിച്ച് ക്രാഫ്റ്റ് വരും. വിച്ച് ക്രാഫ്റ്റ് മനസ്സിലായോ? അതുകൊണ്ടൊരു വിച്ച് ക്രാഫ്റ്റിൻ്റെ സ്പിരിറ്റ് ഒന്ന് അറ്റാക്ക് ചെയ്യും. ഈ എട്ടുകാലി പോലിരിക്കുന്ന അറ്റാക്ക്, എട്ടുകാലിയുണ്ട്, എട്ടുകാലി പോലിരിക്കുന്ന സാധനം, സ്പൈഡർ പോലിരിക്കുന്ന സാധനം, അത് വന്ന് കയറും. നമ്മുടെ ദിവസങ്ങളിൽ ഈ ഒന്നെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ വചനം ഇങ്ങനെ വചനം ഉണ്ടല്ലോ, പ്ലേ ചെയ്ത് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ ഇതുപോലെ മ്യൂസിക്കും മലയാളം മ്യൂസിക് ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ വർഷിപ്പ് സോങ്ങുകളുണ്ടല്ലോ. അപ്പോൾ ഈ യൂട്യൂബിൽ കാണുന്ന സാധാരണ ചുമ്മാ ഇങ്ങനെ ആടിപ്പാടി നടക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്.